സാമ്പത്തിക പ്രതിസന്ധി എന്ന ന്യായീകരണത്തിന്റെ മറവിൽ കടമെടുപ്പിൽ റെക്കോർഡിൽ ഭേദിച്ച് UDF സർക്കാർ. ഓണക്കാല ചെലവിനായി 2200 കോടി രൂപ കടമെടുക്കാനാണ് തീരുമാനം. സർക്കാർ അധികാരത്തിലേക്ക് 3 മാസം പൂർത്തിയാകുമ്പോൾ കടമെടുപ്പ് 14,400 കോടിയായി ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക ധൂർത്തിനെയും കടമെടുപ്പിനെയും വിമർശിച്ചവർ അധികാരത്തിലെത്തിയപ്പോൾ സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ പരാജയമെന്ന് തെളിയിക്കുകയാണ്. കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നുപോകുമ്പോഴും ന്യായീകരണം നിരത്തി കടമെടുപ്പിന്റെ കാര്യത്തിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് UDF സർക്കാർ. 2200 കോടി രൂപ കടമെടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഓണക്കാലത്തെ ചിലവുകൾക്ക് വേണ്ടിയാണെന്നാണ് അവകാശവാദം. ശമ്പളം, പെൻഷൻ, ഉത്സവബത്ത തുടങ്ങിയവയ്ക്കായി 10,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. അതിനാൽ തന്നെ കടമെടുക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. 2200 കോടി രൂപ കടമെടുക്കുന്നതോടുകൂടി UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള കടമെടുപ്പ് 14,400 കോടി രൂപയായി ഉയരും. ഇതോടെ ഈ സാമ്പത്തിക വർഷം എടുക്കാവുന്ന വായ്പ 46.91% അധികാരത്തിലേറി 3 മാസം പിന്നിടുമ്പോഴാണ് വായ്പാ പരിധിയുടെ പകുതിയോളം തുക സർക്കാർ എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ചിലവ് ചുരുക്കലിൽ സർക്കാർ പരാജയപ്പെട്ടതും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും സംസ്ഥാനത്തെ സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.